വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിറ്റീസ് ആൻഡ് റിവേഴ്സിനെ കുറിച്ചിട്ടാണ്. ജികെയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോയിട്ട് റെഫർ ചെയ്യുക കേട്ടോ. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുമായി റിലേറ്റ് ചെയ്തിട്ട്? സിറ്റീസ് ആൻഡ് റിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ചിലപ്പോൾ ചില സിറ്റീസ് വരുന്നുണ്ടാവുക എന്തിൻ്റെ ബേസിലായിരിക്കും, ചില റിവേഴ്സിനെ ലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും ചില സിറ്റീസ് വരുന്നുണ്ടാവുക. അങ്ങനെ തന്നെയാണ് നമുക്ക് ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ചില സിറ്റികളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ചില റിവേഴ്സിനെയും കാണാൻ പറ്റും. അപ്പോൾ രണ്ടും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്ന കോൺസെപ്റ്റാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ സിറ്റികൾ ഉണ്ടാവുന്നത് നദീതട തീരത്ത് എന്നുള്ളതാണെന്നൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ എലമെൻറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സിന്ധു നദി തട സംസ്കാരം എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്കറിയാം പ്രാചീന കാലം മുതലേ എന്താണ്, നമ്മളൊരു നദീതട തീരത്ത് എന്താണ് കൃഷി ചെയ്തു വെക്കുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുത്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ സിറ്റീസ് ആൻഡ് റിവേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം അല്ലേ. ഓക്കെ ഫൈൻ. സോ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് സിറ്റി ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഗംഗ റിവർ. എന്താണ് പറഞ്ഞത്, ഗംഗാ നദി തീരത്ത് ലൊക്കേറ്റ് ചെയ്യാത്ത, നോട്ടാണ് പറയുന്നത് അല്ലേ, ലൊക്കേറ്റ് ചെയ്യാത്ത സിറ്റി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് മധുരയാണ്, ബി എന്ന് പറയുന്നത് വാരണാസിയാണ്, സി എന്ന് പറയുന്നത് മിർസപൂരാണ്, ഡി എന്ന് പറയുന്നത് ഋഷികേശാണ്. സോ ഇതിന് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പോയി. കറക്റ്റ് ആൻസർ ഏതാണ്? വേഗം പോയി ഒന്ന് കമൻറ്റ് ചെയ്തേ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം? യെസ്, ഋഷികേശ് ആണ് ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഗംഗാ നദി തീരത്ത് സ്ഥിതി ചെയ്യാത്ത സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഋഷികേശ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി 3 സിറ്റീസും അല്ലേ, മധുര ആണെങ്കിലും വാരണാസി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മിർസപൂരൊക്കെ ആണെങ്കിലും എന്താണ്, അത് ഗംഗാ നദി തീരത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന സിറ്റീസാണ്. എന്നാൽ എന്താണ്, ഋഷികേശ് എന്താണ്, ഗംഗാ നദി തീരത്ത് ലൊക്കേറ്റ് ചെയ്യാത്ത സിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹരിദ്വാർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ. അതായത് ഹരിദ്വാർ എന്ന് പറയുന്ന സിറ്റി ഏത് നദീ തീരത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ഗംഗയാണ്, ബി എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മപുത്രയാണ്, സി എന്ന് പറയുന്നത് മഹിയാണ്, ഡി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. സോ ഏത് നദീതീരത്താണ് നമ്മുടെ ഹരിദ്വാർ എന്ന് പറയുന്ന സിറ്റി ലൊക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? ഏതാണ്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ. യെസ്, എ ഗംഗയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഹമ്മദാബാദ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ. അഹമ്മദാബാദ് ഏത് റിവറിനെ ബേസ് ചെയ്തിട്ടാണ് ലൊക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? സോ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ഗുജറാത്ത് ആ രീതിയിലൊക്കെ നമ്മൾ ഗാന്ധിജിനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടില്ലേ. അഹമ്മദാബാദും ഗാന്ധിജി തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അല്ലേ, ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ നടന്ന സമയത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എ എന്ന് പറയുന്നത് എന്താണ്, താപ്തിയാണ്, ബി എന്ന് പറയുന്നത് എന്താണ്, നർമ്മദ, സി എന്ന് പറയുന്നത് ഷെട്രുജിയാണ്, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് സബർമതിയാണ്. സോ നിങ്ങൾ ഈ ഇതിലെവിടെയെങ്കിലൊക്കെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആയിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഡി ഇതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്യുന്നത് സബർമതിയിലാണ്. സബർമതി റിവർ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഏകദേശം എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ അഹമ്മദാബാദ് സിറ്റി വന്നിട്ടുള്ളത്. നമ്മൾ സബർമതി ആശ്രമം എന്നൊക്കെ കേട്ടില്ലേ, ഗാന്ധിജിൻ്റെ റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് തന്നെയാണ് അല്ലേ. സോ എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അയോധ്യ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ. അതായത് അയോധ്യ എന്ന് പറയുന്ന സിറ്റി ഏത് റിവറിൻ്റെ തീരത്താണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. എ എന്ന് പറയുന്നത് ഗോമതിയാണ്, ബി എന്ന് പറയുന്നത് ക്ഷിപ്രയാണ്, സി എന്ന് പറയുന്നത് എന്താണ്, സരയു ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, തംസയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സോ സരയു ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. വിച്ച് സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഗോദാവരി റിവർ. അതായത് ഗോദാവരി റിവറിൻ്റെ തീരത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന സിറ്റി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് എന്താണ്, വിജയവാഡയാണ്, ബി എന്ന് പറയുന്നത് എന്താണ്, രാജമുണ്ട്രിയാണ്, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് നല്ലൂരാണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, കുർണൂലാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാം, കറക്റ്റ് ആൻസർ ഏതായിരിക്കും? യെസ്, രാജമുണ്ട്രിയാണ് ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം, നല്ല രീതിയിൽ തന്നെ പഠിക്കാം. പ്രീവിയസ് വീഡിയോസും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. താങ്ക് യു.